സ്ട്രേറ്റ് ഫൈറ്റുകളിൽ നിങ്ങളെ അജയനാക്കാൻ 3 ലീഥൽ ടേക്കോണ്ടോ കിക്സ്. ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ. വഴിയിൽ വെച്ച് ആരെങ്കിലും നിങ്ങളെ പെട്ടെന്ന് ആക്രമിക്കാൻ വരുന്നു, അല്ലെങ്കിൽ നിങ്ങളെയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയോ ആരെങ്കിലും അപമാനിക്കാൻ ശ്രമിക്കുന്നു. ആ നിമിഷം നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ആദ്യത്തെ ചിന്ത എന്തായിരിക്കും? ഭയം. എനിക്ക് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുമോ എന്ന പേടി. മാർഷൽ ആർട്സിന്റെ ലോകത്ത് നൂറുകണക്കിന് തരത്തിലുള്ള ആയോധന കലകളും ആയിരക്കണക്കിന് കിക്കുകളുമുണ്ട്. എന്നാൽ ഇതിൽ നിന്നൊക്കെ ടേക്കോണ്ടോയെ വേറിട്ട് നിർത്തുന്നത് എന്താണെന്നറിയാമോ? ഇതിന്റെ അസാധാരണമായ സ്പീഡും ലോങ് റേഞ്ച് സ്ട്രൈക്കിംഗ് പവറുമാണ്. ഒരു പെർഫെക്റ്റ് ടേക്കോണ്ടോ കിക്ക് നിങ്ങളുടെ എതിരാളിയുടെ താടിയിലോ പ്ലെക്സസിലോ അല്ലെങ്കിൽ ലിബറിലോ പെർഫെക്റ്റായി കണക്റ്റായാൽ നിങ്ങളത് കടലാസിൽ എഴുതി വെച്ചോളൂ. മുന്നിൽ നിൽക്കുന്ന ആൾക്ക് ആ നിമിഷം കോൺഷ്യസ്നസ് നഷ്ടപ്പെടും. അവൻ പിന്നീട് എഴുന്നേറ്റ് നിൽക്കാൻ പോകുന്നില്ല. അത്രയും ലീതലാണ് ഇതിന്റെ ഫ്രണ്ട് ലൈൻ അറ്റാക്കുകൾ. പക്ഷേ ഭൂരിഭാഗം ആളുകളും വിചാരിക്കുന്നത് മാർഷൽ ആർട്സ് എന്നത് സിനിമയിൽ കാണുന്നത് പോലെ ചാടിമറിഞ്ഞു ചെയ്യേണ്ട ഒന്നാണ് എന്നാണ്. അതുകൊണ്ടാണ് സ്ട്രീറ്റ് ഫൈറ്റുകളിൽ സാധാരണക്കാർ പെട്ടെന്ന് പാനിക്കായി പോകുന്നതും ആക്രമിക്കപ്പെടുന്നതും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെറുമൊരു കായിക വിനോദത്തെക്കുറിച്ചല്ല, മറിച്ച് നിങ്ങളുടെ പേഴ്സണൽ സേഫ്റ്റിക്കും സ്വയം പ്രതിരോധത്തിനും ഉപയോഗിക്കാവുന്ന ഏറ്റവും അപകടകാരികളായ 3 സ്ട്രീറ്റ് ടെസ്റ്റഡ് ടേക്കോണ്ടോ കിക്കുകളെക്കുറിച്ചാണ്. സുപ്രധാന മുന്നറിയിപ്പ് ആൻഡ് എത്തിക്കൽ ഡിസ്ക്ലെയിമർ. ഇവിടെ പങ്കുവയ്ക്കുന്ന ഓരോ ടെക്നിക്കുകളും നിങ്ങളുടെ ആത്മരക്ഷയ്ക്കും ഫിറ്റ്നസ് മെച്ചപ്പെടുത്താനും അപകടകരമായ സാഹചര്യങ്ങളിൽ സ്വയം പ്രതിരോധിക്കാനുമുള്ള മാത്രമാണ്. നിയമത്തിന് വിരുദ്ധമായി തെരുവിൽ അനാവശ്യമായി തർക്കങ്ങളിൽ ഏർപ്പെടാനോ മറ്റുള്ളവരുടെ മുന്നിൽ അഹങ്കാരം കാണിക്കാനോ നിരപരാധികളെ ആക്രമിക്കാനോ ഈ വിദ്യകൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. അറിവ് പവറാണ്, എന്നാൽ ആ പവർ ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കുമ്പോഴാണ് നിങ്ങളൊരു യഥാർത്ഥ വോറിയറാകുന്നത്. 1. ദ സ്പിന്നിംഗ് ബാക്ക് കിക്ക്, ദ അൺപ്രെഡിക്റ്റബിൾ സൈക്കോളജിക്കൽ വെപ്പൺ. ആദ്യത്തെ ടെക്നിക്കിലേക്ക് കടക്കാം. സ്പിന്നിംഗ് ബാക്ക് കിക്ക്. ഇതിനെ വേണമെങ്കിൽ ആയോധനകലയിലെ സ്നൈപ്പർ ഷോട്ട് എന്ന് വിളിക്കാം. കാരണം ഇതൊരു അത്യന്തം അപകടകരമായ, അതേസമയം എതിരാളിക്ക് ഒരിക്കലും കണക്കുകൂട്ടാൻ കഴിയാത്ത കിക്കാണ്. ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഒരു സ്ട്രീറ്റ് ഫൈറ്റിൽ എതിരാളി എപ്പോഴും നിങ്ങളുടെ മുന്നിലെ ചലനങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. നിങ്ങളുടെ കൈകളും കണ്ണുകളും അവർ നിരീക്ഷിക്കുന്നുണ്ടാകും. എന്നാൽ സ്പിന്നിംഗ് ബാക്ക് കിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ തിരിയുകയും നിങ്ങളുടെ കാൽപാദത്തിന്റെ ഏറ്റവും കടുപ്പമേറിയ ഭാഗമായ ഹീൽ കൊണ്ട് എതിരാളിയുടെ ലിവറിലേക്കോ അല്ലെങ്കിൽ റിബ്സിലേക്കോ നേരിട്ട് ആക്രമിക്കുകയും ചെയ്യുന്നു. സൈക്കോളജിക്കൽ ഇംപാക്റ്റ്. മനുഷ്യന്റെ ശരീരത്തിൽ ലിവർ സ്ഥിതി ചെയ്യുന്നത് വയറിന്റെ വലതുഭാഗത്താണ്. അവിടെ കൃത്യമായൊരു ഹീൽ സ്ട്രൈക്ക് പതിച്ചാൽ ആഘാതം കാരണം നിങ്ങളുടെ ബ്രെയിനിലേക്ക് ഓക്സിജൻ എത്തുന്ന സിഗ്നലുകൾ പോലും ഒരു നിമിഷത്തേക്ക് തടസ്സപ്പെടും. സിമ്പിളായി പറഞ്ഞാൽ, എതിരാളിയുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം ആ നിമിഷം ഇന്റർനെറ്റ് കട്ടാകുന്നതുപോലെ സ്വിച്ച് ഓഫ് ആകും. ആക്രമിക്കാൻ വന്ന ആൾ ആ നിമിഷം തറയിൽ വീണ് ശ്വസിക്കാൻ കഷ്ടപ്പെടും. എന്നാൽ ഒരു കാര്യം മനസ്സിൽ വെക്കുക, ഈ കിക്ക് ഒറ്റ ദിവസം കൊണ്ട് ആർക്കും പെർഫെക്റ്റ് ആക്കാൻ കഴിയില്ല. നിങ്ങളുടെ ബോഡി ബാലൻസും ടൈമിംഗും റൊട്ടേഷനും കൃത്യമാകാൻ കുറഞ്ഞത് കുറച്ചു മാസങ്ങളിലെ റെഗുലർ പ്രാക്ടീസ് ആവശ്യമാണ്. എന്നാൽ ഒരിക്കൽ നിങ്ങളുടെ മസിൽ മെമ്മറിയിലേക്ക് ഈ കിക്ക് സെറ്റായി കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ വരുന്ന ഭീഷണികളെ വെറും 2 സെക്കൻഡിൽ ന്യൂട്രലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ബാക്കി 2 മാരകമായ കിക്കുകളിലേക്ക് കടക്കുന്നതിനു മുൻപ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനായി വളരെ പ്രധാനപ്പെട്ട ഒരു ബിഗ് അനൗൺസ്മെന്റ്. നിങ്ങളുടെ ശാരീരിക ക്ഷമതയും ബോഡി ലുക്സും അതോടൊപ്പം ആളുകളെ ആകർഷിക്കാനും മനസ്സിലാക്കാനുമുള്ള സൈക്കോളജിക്കൽ എബിലിറ്റിയും അടുത്ത ലെവലിലേക്ക് ഉയർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കായി ഒരു സ്പെഷ്യൽ ഓപ്പർച്യൂണിറ്റി നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. മാർക്കറ്റിൽ ബാഹ്യമായി വാങ്ങാൻ പോയാൽ ഓരോന്നിനും 3999 രൂപ വരെ ഉയർന്ന വില വരുന്ന 2 കിടിലൻ പ്രീമിയം കോഴ്സുകൾ. അൾട്ടിമേറ്റ് കാലിസ്തനിക്സ് ഗൈഡ്. സ്വന്തം ശരീരഭാരം മാത്രം ഉപയോഗിച്ച് ഒരു പെർഫെക്റ്റ് വോറിയർ ഫിസിക്, ഫ്ലെക്സിബിലിറ്റി, സ്ട്രെങ്ത് എന്നിവ കെട്ടിപ്പടുത്താനുള്ള കംപ്ലീറ്റ് ഗൈഡ്. ഫീമെയിൽ സൈക്കോളജി ഡീകോഡഡ്, ദ മാസ്റ്റർ ക്ലാസ്. മനുഷ്യബന്ധങ്ങളും സൈക്കോളജിയും ആഴത്തിൽ മനസ്സിലാക്കാനുള്ള മാസ്റ്റർ ക്ലാസ്. ഇത് രണ്ടും നിങ്ങൾക്ക് ഇപ്പോൾ തികച്ചും ഫ്രീ ആയി സ്വന്തമാക്കാം. ഇതുമാത്രമാണോ? അല്ല. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനലിലെ എക്സ്ക്ലൂസീവ് പ്ലേലിസ്റ്റുകൾ, ലുക്ക് മാക്സിംഗ്, നിങ്ങളുടെ പേഴ്സണാലിറ്റിയും ലുക്സും മാറ്റാനുള്ള ടെക്നിക്കുകൾ, ഡാർക്ക് സൈക്കോളജി, മാനിപ്പുലേഷനുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ, കൂടാതെ ലോകോത്തര സെൽഫ് ഇംപ്രൂവ്മെന്റ് ബുക്ക് സമ്മറീസ് മലയാളത്തിൽ അടങ്ങിയ പ്രീമിയം കണ്ടന്റും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. ഇത്രയും വാല്യുബിളായ കണ്ടന്റുകൾ സ്വന്തമാക്കാൻ നിങ്ങൾ ആകെ ഒരു ചെറിയ കാര്യം ചെയ്താൽ മതി. താഴെയുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെറും 179 രൂപയ്ക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ മെമ്പർഷിപ്പ് എടുക്കുക. വളരെ ചെറിയ ഒരു തുകയ്ക്ക് അവിശ്വസനീയമായ വാല്യൂ ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇന്ന് തന്നെ ജോയിൻ ചെയ്ത് നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ യാത്ര ആരംഭിക്കൂ. 2. ദ സൈഡ് കിക്ക് അല്ലെങ്കിൽ സ്റ്റോപ്പ് കിക്ക്, സ്ട്രാറ്റജിക് സ്ട്രീറ്റ് ഡിഫൻസ്.
പലരും വിചാരിക്കുന്നത് ഫൈറ്റ് ചെയ്യുമ്പോഴെപ്പോഴും എതിരാളിയുടെ തലയിലോ മുഖത്തോ തന്നെ കിക്ക് ചെയ്യണം എന്നാണ്. സിനിമകളിൽ ഇത് കാണാൻ രസമുണ്ട്. എന്നാൽ റിയൽ ലൈഫ് സ്ട്രീറ്റ് ഫൈറ്റിൽ ഇതൊരു വലിയ മണ്ടത്തരമായി മാറിയേക്കാം. കാരണം നിങ്ങളുടെ കാൽ ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ബാലൻസ് നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെയാണ് സൈഡ് കിക്ക് അല്ലെങ്കിൽ സ്റ്റോപ്പ് കിക്ക് നമ്മളെ സഹായിക്കുന്നത്. പ്രാക്ടിക്കൽ യൂസ്: നിങ്ങളുടെ നേരെ ദേഷ്യത്തോടെ പാഞ്ഞടുക്കുന്ന ഒരു എതിരാളിയെ തടയാൻ ഇതിലും മികച്ച ഒരായുധമില്ല. എതിരാളി നിങ്ങളുടെ അടുത്തേക്ക് അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ നിങ്ങളുടെ ബോഡി സൈഡിലേക്ക് ടേൺ ചെയ്ത് നിങ്ങളുടെ കാലിന്റെ ആംഗിൾ ഉപയോഗിച്ച് നേരിട്ട് അവരുടെ വയറ്റിലേക്ക് അറ്റാക്ക് ചെയ്യുന്നതാണ് സാധാരണ രീതി. എന്നാൽ ഒരു റിയൽ സ്ട്രീറ്റ് സിറ്റുവേഷനിൽ കൂടുതൽ എനർജി കളയാതെ നിമിഷനേരം കൊണ്ട് ഫൈറ്റ് അവസാനിപ്പിക്കാൻ ഒരു സിമ്പിൾ ഹാക്കുണ്ട്. എതിരാളിയുടെ വയറ്റിലേക്ക് കിക്ക് ചെയ്യുന്നതിനു പകരം അവരുടെ മുട്ടിന് തൊട്ടുമുകളിലോ അല്ലെങ്കിൽ കീ ജോയിന്റിലോ തള്ളി കിക്ക് ചെയ്യുക എന്നതാണ്. എന്തുകൊണ്ട് ഇത് ലീഥലാകുന്നു? മനുഷ്യന്റെ കാൽമുട്ടുകൾ മുന്നോട്ട് മാത്രമേ മടങ്ങുകയുള്ളൂ. സൈഡിൽ നിന്നോ ഫ്രണ്ടിൽ നിന്നോ കാൽമുട്ടിന് കൃത്യമായ ഒരു പവർ കിക്ക് ലഭിച്ചാൽ എതിരാളിയുടെ കാലിന്റെ ലിഗമെന്റുകൾക്ക് കേടുപാടുകൾ സംഭവിച്ച് അവരുടെ ബാലൻസ് പൂർണ്ണമായും തകർന്നുപോകും. നിങ്ങളുടെ കൈകൾ ഉപയോഗിച്ച് റിസ്ക് എടുക്കാതെ തന്നെ വളരെ കുറഞ്ഞ എനർജിയിൽ ഒപ്പോണന്റിനെ ഡിസേബിൾ ചെയ്യാൻ ഈ സ്റ്റോപ്പ് കിക്ക് സഹായിക്കും. മൂന്നാമത്തെയും ഏറ്റവും പ്രശസ്തവുമായ കിക്കാണ് റൗണ്ട് ഹൗസ് കിക്ക്. ടേക്വാൻഡോയുടെ സിഗ്നേച്ചർ സ്ട്രൈക്കാണിത്. അറ്റാക്കിംഗ് മെക്കാനിസം. പലരും ചെയ്യുന്ന തെറ്റെന്തെന്നാൽ അവർ കിക്ക് ചെയ്യുമ്പോൾ കാൽ വിരലുകൾ കൊണ്ട് എതിരാളിയെ അടിക്കാൻ ശ്രമിക്കുന്നു. ഇത് നിങ്ങളുടെ കാൽവിരലുകൾ ഒടിയാൻ കാരണമാകും. എന്നാൽ ടേക്വാൻഡോയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കാൽമുട്ടിന് താഴെയുള്ള കടുപ്പമേറിയ ഷിൻ ബോണാണ്. നിങ്ങളുടെ ഹിപ്സ് റൊട്ടേറ്റ് ചെയ്ത് മുഴുവൻ ശരീരത്തിന്റെയും ടോർക്ക് എനർജി കാലിലേക്ക് ആവാഹിച്ച് ഷിൻ ബോണുകൊണ്ട് എതിരാളിയുടെ തുടയിലോ അല്ലെങ്കിൽ റിബ്സിലോ അറ്റാക്ക് ചെയ്യുക. തയ്യാറാകുന്ന ഇംപാക്റ്റ്. ഒരു ഹെവി ഷിൻ സ്ട്രൈക്ക് നിങ്ങളുടെ എതിരാളിയുടെ ശരീരത്തിൽ പതിക്കുമ്പോഴുണ്ടാകുന്ന ആഘാതം ഒരു ഹെവി ബേസ്ബോൾ ബാറ്റ് വെച്ച് ശക്തിയായി അടിക്കുന്നതിന് തുല്യമാണ്. ഒരു പെർഫെക്റ്റ് റൗണ്ട് ഹൗസ് കിക്ക് എതിരാളിയുടെ മസിലുകളിലെ നെർവുകളെ താൽക്കാലികമായി തളർത്തും. ലെഗ് ഡെഡ് കണ്ടീഷൻ. തുടർച്ചയായി 2 കിക്കുകൾ പെർഫെക്റ്റായി കണക്റ്റായാൽ എത്ര വലിയ ഗുണ്ടയാണെങ്കിലും അവൻ വേദന കൊണ്ട് നിലത്തുകിടന്നുരുളും. ഫൈറ്റുകളിൽ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റുകൾ. മിസ്റ്റേക്സ് ടു അവോയ്ഡ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ പോലെ തന്നെ പ്രധാനമാണ് ഒരു റിയൽ സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലാക്കുന്നതും. വളരെ കോംപ്ലക്സ് ആയ കിക്കുകൾ ചെയ്യരുത്. ഫിലിമുകളിൽ കാണുന്ന 540 സ്പിൻ കിക്ക്, 720 ഫ്ലിപ്പ് കിക്ക് എന്നിവയൊന്നും ഒരു സ്ട്രീറ്റ് ഫൈറ്റിലും ശ്രമിക്കരുത്. റോഡിൽ മണ്ണോ റോഡോ വെള്ളമോ ഉണ്ടാകാം. പെട്ടെന്ന് തെന്നി വീഴാൻ 90% സാധ്യതയുണ്ട്. വീണുപോയാൽ നിങ്ങളുടെ ഡിഫൻസ് പൂർണ്ണമായി തകരും. കൈകൾ താഴെയിടാതിരിക്കുക. കിക്ക് ചെയ്യുമ്പോൾ പലരും ചെയ്യുന്ന പ്രധാന തെറ്റ് കൈകൾ താഴേക്കിടുന്നു എന്നതാണ്. കിക്ക് ചെയ്യുമ്പോഴും നിങ്ങളുടെ ഒരു കൈ എപ്പോഴും മുഖം കവർ ചെയ്യുന്ന പ്രൊട്ടക്റ്റീവ് ഗാർഡിൽ അഥവാ ഫേസ് ഗാർഡിലായിരിക്കണം. ഫ്ലെക്സിബിലിറ്റിയും ലെഗ് സ്ട്രെങ്ത്തും ഇല്ലാതിരിക്കുക. കിക്കുകൾക്ക് പവർ ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ ലോവർ ബോഡി സ്ട്രോങ് ആയിരിക്കണം. ദിവസവും കൃത്യമായ സ്ട്രെച്ചിങ് പരിശീലിച്ചാൽ മാത്രമേ നിങ്ങളുടെ കാലുകൾക്ക് ഫ്ലെക്സിബിലിറ്റിയും സ്പീഡും ലഭിക്കൂ. മൈൻഡ് സെറ്റ് ഷിഫ്റ്റ്. മാർഷ്യൽ ആർട്സ് അല്ലെങ്കിൽ ടേക്വാൻഡോ പരിശീലിക്കുന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശം വഴക്കുകൾ ഉണ്ടാക്കുക എന്നതല്ല, മറിച്ച് ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ തികച്ചും ശാന്തനായിരിക്കാനും നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനും ആവശ്യമായി വന്നാൽ മാത്രം സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാനുമുള്ള ആത്മവിശ്വാസം വളർത്തുകയെന്നതാണ്. ഒരു യഥാർത്ഥ വാരിയർ എപ്പോഴും ശാന്തനായിരിക്കും. അയാൾക്ക് സ്വന്തം ശക്തിയെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അനാവശ്യ തർക്കങ്ങളിൽ നിന്നൊഴിവായി പോകാൻ അയാൾ ഭയപ്പെടില്ല. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയാൽ നിങ്ങൾക്കേതൊരു പ്രതികൂല സാഹചര്യത്തെയും ധൈര്യമായി നേരിടാം. അതുപോലെ തന്നെ ഈ അവസരത്തിൽ നമ്മുടെ ചാനലിനെ നിരന്തരം സപ്പോർട്ട് ചെയ്യുന്ന 500-ൽ പരം വാല്യുബിൾ ചാനൽ മെമ്പേഴ്സിന് എന്റെ ഹൃദയം നിറഞ്ഞ ബിഗ് ഷൗട്ട് ഔട്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് ഇത്തരമുള്ള ക്വാളിറ്റി കണ്ടന്റുകൾ നിർമ്മിക്കാൻ ഞങ്ങൾക്ക് പ്രചോദനമാകുന്നത്. നിങ്ങളിൽ ആരെങ്കിലും ഇതുവരെ നമ്മുടെ പ്രീമിയം മെമ്പർഷിപ്പ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ താഴെയുള്ള ജോയിൻ ബട്ടൺ അമർത്തൂ. വെറും 179 രൂപയ്ക്ക് 3999 രൂപ വിലയുള്ള അൾട്ടിമേറ്റ് കാലിസ്തനിക്സ് ഗൈഡ്, ഫീമെയിൽ സൈക്കോളജി ഡീകോഡഡ് എന്നീ മാസ്റ്റർ ക്ലാസുകളും ലുക്ക് മാക്സിംഗ്, ഡാർക്ക് സൈക്കോളജി എക്സ്ക്ലൂസീവ് കണ്ടന്റുകളും സ്വന്തമാക്കി നമ്മുടെ 500-ൽ പരം മെമ്പേഴ്സിന്റെ പവർഫുൾ ഫാമിലിയിലേക്ക് സ്വാഗതം.
നിങ്ങൾ ഈ വീഡിയോ കേരളത്തിലെ ഏതു ജില്ലയിൽ നിന്നാണ് അതോ വിദേശത്തു നിന്നാണോ കാണുന്നത് എന്ന് താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായും കുറിക്കുക. വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, മാർഷ്യൽ ആർട്സ്, സൈക്കോളജി വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യൂ. മറ്റൊരു തകർപ്പൻ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.